CMA ഇന്റർമീഡിയറ്റിൻ്റെയും ഫൈനൽ ഇയർ റിസൾട്ട് വന്നു. 2024 ജൂണിൽ എക്സാം എഴുതിയ കുട്ടികളുടെ റിസൾട്ട് വന്നു. അപ്രോക്സിമേറ്റ്ലി ഒരു 4866 ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസും 1315ഓളം ഫൈനൽ സ്റ്റുഡൻസും എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. വിജയിച്ച എല്ലാ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ. എക്സാം ക്ലിയർ ആവാത്ത ഒരു കൂട്ടം കുട്ടികളുണ്ടാവും. എല്ലാ എക്സാമും നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടരുണ്ടാവും. അപ്പോൾ ജയിച്ച ആൾക്കാർ അടുത്ത ഇപ്പോൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ഫൈനൽ രജിസ്റ്റർ ചെയ്യുക, അതിൻ്റെ ട്രെയിനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേഗം എൻഗേജ്ഡ് ആവുക. ഫൈനൽ പാസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ട പ്രൊസീജിയർ ചെയ്ത് വെക്കുക, CV ഉണ്ടാക്കുക, അത് അപ്ഡേറ്റ് ചെയ്യുക. ഇനി എക്സാം കിട്ടാതെ കുറച്ച് ആൾക്കാരുണ്ടാവും. അതിൽ രണ്ട് കൂട്ടരുണ്ടാവുക. ഒന്ന്, ഇനി ഇത് പഠിക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. രണ്ട്, എന്തായാലും ഇത് അച്ചീവ് ചെയ്തേ പറ്റൂ എന്നുള്ള ആൾക്കാർ. അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളും ഇനി ഇത് ഡൗട്ട്ഫുള്ളി നിൽക്കുന്ന ആൾക്കാരും ഇത് തീരെ വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് അവരവരുടെ ഒരു കൺസേൺഡ് ഡിസിഷൻ പെട്ടെന്ന് എടുക്കുക. ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വൺസ് ഡിസൈഡഡ് നമുക്കിത് വേണോ വേണ്ടയോ, ഇനി വേണോ വേണ്ടയോ എന്നുള്ള 50-50 ആണെങ്കിൽ ഏതിനാണ് നിങ്ങൾക്ക് കൂടുതൽ ഫേവറായിട്ട് തോന്നുന്നത് അതിലേക്ക് മാറുക. എന്തായാലും പഠിച്ചേ തീരുമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തുടങ്ങുക. അതിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, CMA ഇൻ്റർ കഴിഞ്ഞ് ഇപ്പോൾ ഇൻ്റർ റിസൾട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഡിസംബറിലേക്ക് എക്സാം എഴുതാൻ, ഇനി സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ്, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ്, അത് എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അവരുടെ മൈൻഡ് സെറ്റ്, നമ്മളിപ്പോൾ ഒരു എക്സാം പാസ്സാകാൻ വേണ്ടത് കുറേ പഠിക്കുക, കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്നല്ല, നമ്മളതിന് മെൻ്റലി പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. ആ രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്കുള്ള ലാക്കിംഗ് ഏരിയാസൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാം. അതിന് റെസിഡൻഷ്യലായിട്ട് തന്നെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഞങ്ങളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. രണ്ടാമത്തെ കാര്യം, ഇൻ്റർ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഫൈനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്, റിയൽ ടൈം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോടുകൂടി മിനിമം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എക്സാമും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും രണ്ടും 8 സബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വർക്ക് എക്സ്പോഷർ, ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ടുള്ള കൂടിക്കാഴ്ച, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ മേഖലയും ഒന്ന് റീഫ്രഷ് ചെയ്ത് നമ്മളൊരു എംപ്ലോയബിലിറ്റി സ്കില്ല് കൂട്ടുന്ന തരത്തിൽ ഒരു ഫൈനലിൻ്റെ ബാച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പർ കൊടുക്കുന്നത്, ആ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. താഴെ വാട്സപ്പിൻ്റെ ഒരു ലിങ്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ എന്ത് ചെയ്താൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ എക്സാം കിട്ടാത്ത ആൾക്കാരോട് ഒരു കാര്യം കൂടി, ഈ എക്സാം എന്ന് പറയുന്ന സാധനം ഒരു തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ കിട്ടാതായി പോയി എന്ന് വെച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളങ്ങനെ ഒരേ കാര്യം ചെയ്ത് സെയിം റിസൾട്ടാണ് വരുന്നതെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന് മാറ്റം വരുത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ചെയ്യുന്ന കാര്യം മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം കാര്യങ്ങളെല്ലാം മാറ്റേണ്ടത്, നമ്മുടെ ചിന്താഗതി എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് മാറ്റണം. അപ്പോൾ ചിന്താഗതി മാറ്റി നമ്മൾക്ക് ഈ ഒരു കരിയർ എന്താണെന്നും കോഴ്സ് എന്താണെന്നും ഇത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്നും അൾട്ടിമേറ്റ്ലി ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് ഓവർകം ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ വേണ്ടി മറക്കണ്ട. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഇൻ്റർനും ഫൈനലും എന്തും കൂടിയുണ്ട്, ഓൺലൈൻ സെഷനും കൂടിയുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്ന പോലെ ഒരു 160 മണിക്കൂർ അങ്ങനെയുള്ള സെഷൻസ് അല്ല. മിനിമം ടൈം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഓൺലൈൻ ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ കൂടുതൽ അറിയാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.